Mcom-ന്റെ 4th സെമസ്റ്ററിൽ ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസ് ടാക്സ് പ്ലാനിംഗ് 2 ആണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. അതിൽ ഓൾറെഡി നമ്മൾ 3 മൊഡ്യൂൾസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് അടുത്ത മൊഡ്യൂളാണ് നമ്മൾ പഠിക്കുന്നത്, അസസ്മെൻറ്റ് ഓഫ് കമ്പനീസ്. ബേസിക്കലി ഇത് 3rd മൊഡ്യൂളായിട്ടാണ് വരുന്നത്. നമ്മൾ ഓൾറെഡി 4th മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, 1st മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, 2nd മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 3rd മൊഡ്യൂളായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്, അസസ്മെൻറ്റ് ഓഫ് കമ്പനീസ്. എന്താണ് കമ്പനി? കമ്പനി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആൻ ഇന്ത്യൻ കമ്പനി, അല്ലെങ്കിൽ എനി ബോഡി ഇൻകോർപ്പറേറ്റഡ് ബൈ ഓർ അണ്ടർ എനി ലോ ഓഫ് ദ കൺട്രി ഔട്ട്സൈഡ് ഇന്ത്യ. നമ്മുടെ ഇന്ത്യൻ കമ്പനി ലോ പ്രകാരം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി ആയിരിക്കാം, അതല്ലെങ്കിൽ ഫോറിൻ ആയിട്ട് ഇന്ത്യയിലല്ലാതെ ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ആക്ട് പ്രകാരം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള കമ്പനി ആയിരിക്കാം. അതല്ലെങ്കിൽ മൂന്നാമത്തെ ഡെഫിനിഷനിൽ മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് എനി ഇൻസ്റ്റിറ്റ്യൂഷൻ, association or body which is or was assessable or was assessed as a company for any assessment year under the Income Tax Act 1961 or was assessable or was assessed under this act as a company for the assessment year commencing on or before April 1st 1970 ഏപ്രിൽ 1 മുമ്പ് കമൻസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു കമ്പനി ആവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അസോസിയേഷൻ അല്ലെങ്കിൽ ബോഡി ഇൻകം ടാക്സ് ആക്ട് 1961 ഉള്ളിൽ അണ്ടറായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ എല്ലാ ലോസും പാലിച്ചതിന് ശേഷം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി ആയിരിക്കാം നമ്മുടെ കമ്പനി എന്നുള്ള ഡെഫിനിഷനിൽ വരുന്നത്. ദെൻ ലാസ്റ്റ് കമ്പനീസ് എന്നുള്ള ഡെഫിനിഷനിൽ ലാസ്റ്റ് പറയുന്ന പോയിന്റ് ആണ് അണ്ടർ സെക്ഷൻ 217 കമ്പനി ഡെഫിനിഷനിൽ പറയുന്നതാണ് എനി ഇൻസ്റ്റിറ്റ്യൂഷൻ, അസോസിയേഷൻ ഓർ ബോഡി വെദർ ഇൻകോർപ്പറേറ്റഡ് ഓർ നോട്ട് ആൻഡ് വെദർ ഇന്ത്യൻ ഓർ നോൺ ഇന്ത്യൻ which is declared by general or special order of the CBDT to be a company. CBDT പറയുകയാണ്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് പറയുകയാണ് എന്ത്, നോൺ ഇന്ത്യൻ അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനി എന്ന് പറയുന്ന കമ്പനി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ബോഡി ഓർ അസോസിയേഷൻ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ജനറൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ഓർഡർ ഓഫ് CBDT ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, കമ്പനി എന്ന് പറയും. സോ കമ്പനി ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ 17 മീൻസ് an Indian company, any body corporate incorporated by or under the law of a country outside India, any institution, association or body which is or was assessable or was assessed as a company for any assessment year under the Indian Income Tax Act 1961 or was assessed or was assessable under this act as a company for any assessment year commencing on or before April 1st 1970 or any institution, association or body whether incorporated or not and whether Indian or non-Indian which is declared by general or special order of CBDT to be a company. നെക്സ്റ്റ് ടോപ്പിക്കാണ് അസസ്മെൻറ്റ് ഓഫ് കമ്പനീസ്. എങ്ങനെയാണ് നമ്മൾ അസസ്മെൻറ്റ് ചെയ്യുന്നത്? ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ടാണ് സാധാരണ നമ്മൾ അസസ് ചെയ്യുന്നത്. അതിൽ തന്നെ നമ്മൾ പല പല കമ്പനീസിനെ പല രീതിയിലായിരിക്കും നമ്മൾ അസസ് ചെയ്യുക. അപ്പം എന്താണ് പല പല കമ്പനീസ് എന്ന് നമ്മൾ പഠിക്കണം. ദാറ്റ് മീൻസ് ടൈപ്സ് ഓഫ് കമ്പനീസ്. ടൈപ്സ് ഓഫ് കമ്പനീസ് കൺസിസ്റ്റ് ഓഫ് ഇന്ത്യൻ കമ്പനി, ഡൊമസ്റ്റിക് കമ്പനി, foreign company, widely held company and closely held company. First is Indian company, which is an Indian company. As per section 2 subsection 26 of the Indian Income Tax Act 1961, an Indian company is a company formed and registered under the Companies Act 1956 or the Companies Act 2013 and it includes a company formed or registered under any law relating to company in force in India. ഏതെങ്കിലും ലോ പ്രകാരം ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഏതൊരു കമ്പനീസിനെ നമ്മൾ എന്ത് പറയും, ഇന്ത്യൻ കമ്പനി എന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ എന്ത് പറയും, ഇതിന് ഈ ഇൻകം ടാക്സ് ലോ പ്രകാരം 1961 പ്രകാരം കമ്പനീസ് ആക്ട് 2013 അല്ലെങ്കിൽ 1956 പ്രകാരം ഇന്ത്യൻ കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കമ്പനീസിനെയും നമ്മൾ എന്ത് പറയും, അതല്ലെങ്കിൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കമ്പനീസിനെയും നമ്മൾ എന്താണ് പറയുന്നത്, ഇന്ത്യൻ കമ്പനി എന്ന് പറയും. എ കോർപ്പറേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഓർ അണ്ടർ എ സെൻട്രൽ, സ്റ്റേറ്റ് ഓർ പ്രൊവിഷണൽ ആക്ട്. സെൻട്രൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കീഴിലുള്ളതോ അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊവിഷണൽ ആയിട്ടുള്ള ആക്ട് പ്രകാരമോ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള കമ്പനീസിനെ നമ്മൾ എന്ത് വിളിക്കും, ഇന്ത്യൻ കമ്പനി എന്ന് വിളിക്കും. എനി ഇൻസ്റ്റിറ്റ്യൂഷൻ,
association or body which is declared by the board to be a company under section 2 subsection 17 of the Income Tax Act 1961. നമ്മൾ നേരത്തെ ഡെഫിനിഷൻ പറഞ്ഞതിൽ സെക്ഷൻ 2 സബ്സെക്ഷൻ 17 പ്രകാരം ഒരു കമ്പനി ആയിട്ട് ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി ആയിട്ട് നമ്മൾ അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഇന്ത്യൻ കമ്പനി എന്നാണ് വിളിക്കുന്നത്. നെക്സ്റ്റ് ഡൊമസ്റ്റിക് കമ്പനി. രണ്ടാമതാണ് ഡൊമസ്റ്റിക് കമ്പനി. എന്താ ഡൊമസ്റ്റിക് കമ്പനി? സെക്ഷൻ 2 സബ്സെക്ഷൻ 22A of Income Tax Act 1961 defines a domestic company as an Indian company or any other company which in respect of its income is liable to pay tax under the Income Tax Act and it is made prescribed preparations for the declaration of payment within India of the dividend including dividends of preference share. അതായത് പ്രിഫറൻസ് ഷെയറിലെ ഡിവിഡൻറ്റോ അതല്ലെങ്കിൽ ഏതൊരു ഡിവിഡൻറ്റോ ഇന്ത്യയിൽ തന്നെ, അതായത് ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരു കൺട്രിയിൽ തന്നെയാണ് അത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് ആ ഒരു ഡിവിഡൻറ്റിന് ടാക്സ് അടയ്ക്കുന്നത്, അതല്ലെങ്കിൽ ലയബിൾ ആകുന്നത് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ആ ഒരു കമ്പനിയെ നമ്മൾ ഡൊമസ്റ്റിക് കമ്പനി എന്ന് വിളിക്കും. It is clear that all Indian companies are domestic companies, but not all domestic companies are necessarily to be an Indian company. അതായത് ഇന്ത്യയിലെ ഒരു ഡൊമസ്റ്റിക് കമ്പനി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കമ്പനി ആകാം. ഇന്ത്യൻ കമ്പനീസ് എല്ലാം ഡൊമസ്റ്റിക് കമ്പനീസ് ആണ്. പക്ഷേ ചില ഡൊമസ്റ്റിക് കമ്പനീസ് ഇന്ത്യൻ കമ്പനീസ് ആകണമെന്നില്ല. ഇൻ അതർ വേർഡ്സ്, എ നോൺ ഇന്ത്യൻ കമ്പനി വുഡ് ബി കൺസിഡേർഡ് ആസ് എ ഡൊമസ്റ്റിക് കമ്പനി if it makes the prescribed arrangement for the declaration and payment of dividend in India on which tax is deductible under section 194 പ്രകാരം ടാക്സ് ഡിഡക്ട് ചെയ്യുന്ന ഏതൊരു കമ്പനീസിനെ നമ്മൾ എന്ത് വിളിക്കാൻ പറ്റും? ഡൊമസ്റ്റിക് കമ്പനി എന്ന് വിളിക്കാൻ പറ്റും. പക്ഷേ അത് ഇന്ത്യൻ കമ്പനി ആകണമെന്നില്ല. ദെൻ നെക്സ്റ്റ് ആണ് ഇൻഫ്രാസ്ട്രക്ചറൽ കമ്പനി. ഇൻഫ്രാസ്ട്രക്ചറൽ കമ്പനി എന്ന് പറയുന്നത് എന്താണ്? Make the investment by way of acquiring the shares or providing long-term finance to any enterprise or undertaking wholly engaged in business referred to section 4 of subsection 80IA or subsection 1 of 80IAB. അതായത് ഇൻഫ്രാസ്ട്രക്ചറൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കമ്പനീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഫ്രാസ്ട്രക്ചറൽ ക്യാപിറ്റൽ കമ്പനീസ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് കമ്പനിയാണ് ഫോറിൻ കമ്പനി. അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ 23A ഓഫ് ഇൻകം ടാക്സ് ആക്ട്, എ ഫോറിൻ കമ്പനി ഈസ് എ കമ്പനി വിച്ച് ഇസ് നോട്ട് എ ഡൊമസ്റ്റിക് കമ്പനി. ഡൊമസ്റ്റിക് കമ്പനീസ് അല്ലാത്ത ഏതൊരു കമ്പനീസിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഫോറിൻ കമ്പനി എന്നാണ് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എ നോൺ ഇന്ത്യൻ കമ്പനി വിച്ച് ഹാസ് നോട്ട് മെയ്ഡ് ദ പ്രിസ്ക്രൈബ്ഡ് അറേഞ്ച്മെന്റ് ഫോർ ഡിക്ലറേഷൻ ആൻഡ് പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ഇൻ ഇന്ത്യ. അതായത് ഡിവിഡൻറ്റും പേയ്മെൻറ്റും ഒന്നും ഇന്ത്യയിലല്ല നടക്കുന്നത്, അതൊക്കെ ഫോറിൻ കൺട്രീസിലാണ്. അതുകൊണ്ടാണ് അതിനെ ഫോറിൻ കമ്പനീസ് എന്ന് വിളിക്കുന്നത്. Company in which public are substantially interested, that means widely held company. എന്താണ് widely held company എന്ന് പറഞ്ഞാൽ? Section 2 subsection 18 of Income Tax Act defines the widely held company as company in which public are substantially interested. Public substantially interested ചെയ്തിട്ടുള്ള കമ്പനീസിനെല്ലാം നമ്മൾ widely held company എന്ന് പറയും. അപ്പോൾ എന്താണ് public are substantially interested എന്ന് പറഞ്ഞാൽ? A company which is said to be company in which public are substantially interested means it is a company owned by government or Reserve Bank of India. അത് Reserve Bank of India അല്ലെങ്കിൽ ഗവൺമെൻറ്റോ ഓൺ ചെയ്തിട്ടുണ്ടായിരിക്കണം. Or in which not less than 40% of share held by the government. അതല്ലെങ്കിൽ 40% കൂടുതൽ ഷെയർ ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ RBIയുടെയോ കയ്യിൽ ആയിരിക്കണം. അതല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു കണ്ടീഷൻ, വെൻ ദ പബ്ലിക് ആർ സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റഡ് എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് അണ്ടർ സെക്ഷൻ 8 ഓഫ് കമ്പനീസ് ആക്ട് 2013 ആണ്. അതായത് കമ്പനീസ് ആക്ട് 2013 പ്രകാരം അണ്ടർ സെക്ഷൻ 8 രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനീസിനെ നമ്മൾ എന്ത് പറയും? വൈഡ്ലി ഹെൽഡ് കമ്പനീസ് എന്ന് പറയും. ഇറ്റ് ഈസ് എ കമ്പനി ഹാവിംഗ് നോ ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിക്ലെയർഡ് by any order of the CBDT to be a company in which public are substantially interested. അല്ലെങ്കിൽ CBDT പറയാണ് public are substantially interested ആയിട്ടുള്ള കമ്പനീസ് ആണ് ഇത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറ്റും? കമ്പനീസ് ഹാവിംഗ് നോ ഷെയർ ക്യാപിറ്റലിനെ നമ്മൾ എന്ത് വിളിക്കാൻ പറ്റും? വൈഡ്ലി ഹെൽഡ് കമ്പനി എന്ന് വിളിക്കാൻ പറ്റും. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഫോർ ദ മ്യൂച്വൽ ബെനിഫിറ്റ് ഓഫ് ദ കമ്പനി.
ഫിനാൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ബിസിനസ് കമ്പനിയുടെ മ്യൂച്വൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ കമ്പനിയുടെ മെമ്പേഴ്സിൻ്റെ മ്യൂച്വൽ ബെനിഫിറ്റിന് വേണ്ടി ആയിരിക്കണം. ആക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റും നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലായിരിക്കണം നമ്മൾ ചെയ്തിട്ടുണ്ടാവേണ്ടത് അണ്ടർ സെക്ഷൻ 406 ഓഫ് കമ്പനീസ് ആക്ട് 2013 ടു ബി എ നിധി ഓർ മ്യൂച്വൽ ബെനിഫിറ്റ്. അതായത് നിധി ആയിട്ടുള്ള കമ്പനീസിനെ മ്യൂച്വൽ ബെനിഫിറ്റ് ആയിട്ടുള്ള കമ്പനീസിനെ നമ്മൾ എന്ത് വിളിക്കാൻ പറ്റും? വൈഡ്ലി ഹെൽഡ് കമ്പനീസ് എന്ന് വിളിക്കാൻ പറ്റും. ഇറ്റ് ഈസ് എ കമ്പനി ഇൻ വിച്ച് ഷെയർ ക്യാരിയിങ് നോട്ട് ലെസ് ദാൻ 50% ഓഫ് ദ വോട്ടിംഗ് പവർ are held by one or more cooperative societies. കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ഒന്നോ അതിലധികമോ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് 50% കുറയാതെ ഉള്ള വോട്ടിംഗ് പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വൈഡ്ലി ഹെൽഡ് കമ്പനീസ് എന്ന് വിളിക്കും. ഇറ്റ് ഈസ് എ കമ്പനി ഇൻ വിച്ച് നോട്ട് എ പ്രൈവറ്റ് കമ്പനി on the last day of relevant previous year listed in recognized stock exchange. recognized stock exchangeൽ വരാത്ത രീതിയിലുള്ള ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കമ്പനി അല്ലാത്ത വിച്ച് ഈസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി അല്ലാത്ത പ്രിഫറൻസ് ഷെയർസ് ഒന്നും ഇല്ലാത്ത കമ്പനി ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? വൈഡ്ലി ഹെൽഡ് കമ്പനീസ് എന്ന് വിളിക്കും. ഇറ്റ് ഈസ് എ കമ്പനി വിച്ച് ഈസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി അല്ലാത്ത ആൻഡ് ഷെയർ ഇൻ വിച്ച് ക്യാരിയിങ് നോട്ട് ലെസ് ദാൻ 50% ഓഫ് ദ വോട്ടിംഗ് പവർ ഹാവ് ബീൻ അലോട്ടഡ് അൺകണ്ടീഷണലി ടു ദ റെലവൻറ്റ് അക്കൗണ്ടിങ് ഇയർ ടു ദ ഗവൺമെൻറ് കൊടുത്തതാവാം, അതല്ലെങ്കിൽ സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് പ്രൊവിഷണൽ ആക്ടിന് കൊടുത്തിട്ടുള്ളതാവാം, അതല്ലെങ്കിൽ പബ്ലിക് സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളതായിരിക്കാം. ഈ കമ്പനീസിനെയൊക്കെ നമ്മൾ വൈഡ്ലി ഹെൽഡ് കമ്പനീസ് എന്നാണ് പറയുന്നത്. അതിൽ തന്നെ നമ്മൾ ഇൻഡസ്ട്രിയൽ കമ്പനീസ് എന്നും പറയുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ കമ്പനീസ് എന്താണ്? ഷിപ്പിങ്ങിനോ അതല്ലെങ്കിൽ ഇൻഡസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള കമ്പനീസിന് നമ്മൾ എന്ത് വിളിക്കും? കൺസ്ട്രക്ഷൻ ഓഫ് ഷിപ്പ് ആവാം, അതല്ലെങ്കിൽ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പ്രോസസ്സിംഗ് ഓഫ് ഗുഡ്സ് ആവാം, മൈനിങ് ആയിരിക്കാം, ജനറേഷൻ ഓർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ആവാം, ഇൻ എനി അതർ ഫോം ഓഫ് പവർ. ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ എനി അതർ ഫോം ഓഫ് പവർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ത്യൻ കമ്പനി ആയിട്ട് കണക്കാക്കാൻ പറ്റും. ഇൻഡസ്ട്രിയൽ കമ്പനീസിന് ഇന്ത്യൻ കമ്പനീസ് ആയിട്ട്, ഇൻഡസ്ട്രിയൽ കമ്പനീസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കമ്പനീസ് ആണ്. ബിസിനസ് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് ഷിപ്പ് ആയിരിക്കാം, മാനുഫാക്ചറിങ് ഓർ പ്രോസസ്സിംഗ് ഓഫ് ഗുഡ്സ് ആയിരിക്കാം, മൈനിങ് ആയിരിക്കാം, ജനറേഷൻ ഓഫ് പവർ ആയിരിക്കാം, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ആയിരിക്കാം. Then closely held company. Next ഒരു ടൈപ്പാണ് closely held company. Closely held company എന്ന് പറഞ്ഞാൽ people are substantially interested അല്ല. Not a public substantially interested company is called closely held company. Next company ആണ് public sector company. Public sector എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. Then venture capital company. എന്താ venture capital company? Which engage in providing finance to venture capital undertaking mainly by acquiring equity shares of such undertaking or by way of out advancing loans approved by the government അംഗീകൃതമായിട്ടുള്ള ഒരു കമ്പനിയാണ് നമ്മൾ വെഞ്ചർ ക്യാപിറ്റൽ കമ്പനി എന്ന് പറയുന്നത്. വെഞ്ചർ ക്യാപിറ്റൽ അണ്ടർടേക്കിങ്സ് ആണ്. ഇക്വിറ്റി ഷെയർസ് ഒക്കെ നമ്മൾ അക്വയർ ചെയ്ത് അണ്ടർടേക്ക് ചെയ്യുന്ന അഡ്വാൻസിങ് ലോണും ഉണ്ട്. നമ്മൾ അതുപോലെ തന്നെ അക്വയറും ചെയ്യുന്നുണ്ട്, അഡ്വാൻസും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കമ്പനിയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെഞ്ചർ ക്യാപിറ്റൽ കമ്പനി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടാക്സ് ഇൻസിഡൻസ്. നമ്മൾ എങ്ങനെയാണ് ഒരു കമ്പനിയുടെ ടാക്സ് കണ്ടുപിടിക്കുക? whether it is an Indian company or it is place of effective management is in India. അതായത് പോയം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ടാക്സ് കണ്ടുപിടിക്കുക. പോയം എന്ന് പറയുന്നത് എന്താണ്? പ്ലേസ് ഓഫ് ഇഫക്റ്റീവ് മാനേജ്മെന്റ്. വാട്ട് ഈസ് എ പ്ലേസ് ഓഫ് ഇഫക്റ്റീവ് മാനേജ്മെന്റ്? Place where key management and commercial decisions that are necessary for the conduct of business as a whole in substance made. അതായത് അവരുടെ കീ മാനേജ്മെൻറ്റ് അതല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എവിടെ വെച്ചിട്ടാണോ എടുക്കുന്നത് അതിനെയാണ് നമ്മൾ പ്ലേസ് ഓഫ് ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ഇന്ത്യൻ കമ്പനി റെസിഡൻറ്റ് ആണെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇറ്റ് ഈസ് എൻ ഇന്ത്യൻ കമ്പനി ആണെന്നുണ്ടെങ്കിൽ അപ്പോഴും പ്ലേസ് ഓഫ് ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഇന്ത്യയിൽ തന്നെ ആയിരിക്കും. ഇൻകം ഓഫ് എ റെസിഡൻറ്റ് കമ്പനി. ഒരു റെസിഡൻറ്റ് കമ്പനിയുടെ ഇൻകം എന്തൊക്കെയായിരിക്കും? ഇൻകം റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഓർ ബൈ ഓൺ ബിഹാഫ് ഓഫ് ദ കമ്പനിയുടെ ബിഹാഫിൽ നമുക്ക് എന്തൊക്കെ ഇൻകം കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഡീം ടു ബി റിസീവ്ഡ് ആയിട്ടുണ്ടോ അതിനെയൊക്കെ നമ്മൾ എന്ത് വിളിക്കാം? റെസിഡൻറ്റിൻ്റെ ഇൻകം ആയിട്ട് കണക്കാക്കാം. ഇൻകം വിച്ച് അക്രൂസ് ഓർ അറൈസ് ഈസ് ഡീം ടു അക്രൂ ഓർ അറൈസ്. അത് രണ്ടും നമുക്ക് എന്ത് വിളിക്കാം? അക്രൂ ചെയ്യുന്ന അല്ലെങ്കിൽ അറൈസ് ചെയ്യുന്നത് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡീം ടു അക്രൂ ഓർ അറൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് എന്ത് വിളിക്കാം? എന്ത് പറയാം? ഈ റെസിഡൻറ്റിൻ്റെ ഇൻകം ആയിട്ട് നമുക്ക് കണക്കാക്കാം.
ഔട്ട്സൈഡ് ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ഇൻകം വിച്ച് അക്രോസ് ഓർ ഔട്ട്സൈഡ് ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ഡ്യൂറിങ് പ്രീവിയസ് ഇയറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻകം ഓഫ് റെസിഡൻറ്റ് കമ്പനി എന്ന് വിളിക്കാം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദാറ്റ് അണ്ടർ ദിസ് ക്ലോസ് ഓൺലി ഇൻകം അക്രൂയിങ് ഓർ അറൈസിംഗ് ഔട്ട്സൈഡ് ഇന്ത്യ ഈസ് ഇൻക്ലൂഡഡ്. ഇൻകം ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഔട്ട്സൈഡ് ഇന്ത്യ ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് റെസിഡൻറ്റ്. ഹെൻസ് നെറ്റ് ഡിവിഡൻറ്റ് ഫോറിൻ കമ്പനീസിന് കിട്ടുന്ന നെറ്റ് ഡിവിഡൻറ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, പക്ഷേ ഗ്രോസ് ഡിവിഡൻറ്റ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കില്ല. ദെൻ വാട്ട് ഈസ് ഇൻകം ഓഫ് നോൺ റെസിഡൻറ്റ് കമ്പനി? നോൺ റെസിഡൻറ്റ് കമ്പനി എന്ന് പറയുന്നത് അവരുടെ ഇൻകം റിസീവ്ഡ് ഓർ ഡീം ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ ഇൻ ദ പ്രീവിയസ് ഇയർ ഓർ ബൈ ബിഹാഫ് ഓഫ് കമ്പനി. ദെൻ സെക്കൻഡ് വൺ ഇൻകം വിച്ച് അക്രൂ അറൈസ് ഇൻ ഇന്ത്യ ഓർ ഡീം ടു ബി അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ. ഇതൊക്കെ നോൺ റെസിഡൻറ്റ് കമ്പനിയുടെ കീഴിൽ ഇൻകം ടാക്സബിൾ ആണ്. കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം. നമ്മൾ ആദ്യം ടോട്ടൽ ഇൻകം എങ്ങനെ കണ്ടുപിടിക്കും? ടാക്സബിൾ ഇൻകം ഓരോ ഹെഡിലെയും നമ്മൾ കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്നും ലോസ് അതുപോലെ തന്നെ അലവൻസ് ഒക്കെ നമ്മൾ അതുപോലെ തന്നെ ബ്രോഡ് ഫോർവേഡ് ആയിട്ടുള്ള ലോസസും അലവൻസും ഒക്കെ നമ്മൾ മുൻകൂട്ടി നോക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? മൊത്തം ടോട്ടൽ ചെയ്യണം. അതായത് ഓരോ ഹെഡും നമ്മൾ ടോട്ടൽ ചെയ്യണം. ഹൗസ് പ്രോപ്പർട്ടി, പ്രൊഫഷൻ, ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ, അതർ സോഴ്സ്, ഇതൊക്കെ നമ്മൾ ടോട്ടൽ ചെയ്തിട്ട് ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കണം. അതിൽ നിന്നും ഡിഡക്ഷൻസ് നമ്മൾ ലെസ് ചെയ്യണം. ഇതിൽ ഏതൊക്കെ ഡിഡക്ഷൻസ് ആണ് മെയിൻലി വരുന്നത്? ATG, ATGGA, ATIA, ATIAB, IB, ATIC, ID, IE, JJA, JJAA ആൻഡ് ATLA. ബാലൻസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ടോട്ടൽ ഇൻകം. ഇതിൽ പെർമിസിബിൾ ഡിഡക്ഷൻസ് എന്തൊക്കെയാണെന്നാണ് ഇനി പഠിക്കാനുള്ളത്. ATG നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ATG? ATG എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരും ഡിഡക്ഷൻസ് ഇൻ റെസ്പെക്ട് ഓഫ് ഡൊണേഷൻ ടു സർട്ടൻ ഫണ്ട്സ് അല്ലെങ്കിൽ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്? ATG എന്ന് പറയുന്നത്. ഹോൾ സം അല്ലെങ്കിൽ 50% നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റും. അത് ഏതൊക്കെ രീതിയിലാണ്? നോ ലിമിറ്റ് ഡൊണേഷനും വിത്ത് ലിമിറ്റ് ഡൊണേഷനും. നോ ലിമിറ്റ് ഡൊണേഷനിൽ 100%ഉം അതുപോലെ തന്നെ 50%ഉം ഉണ്ട്. വിത്ത് ലിമിറ്റ് ഡൊണേഷനിലും 100%ഉം 50%ഉം ഉണ്ട്. നോ ലിമിറ്റ് ഡൊണേഷൻ അതായത് എന്തൊക്കെയാണ് നോ ലിമിറ്റ് ഡൊണേഷൻ? നോ ലിമിറ്റ് ഡൊണേഷൻ എന്തൊക്കെയാണ്? നാഷണൽ ഡിഫൻസ് ഫണ്ട് ഉണ്ട്, പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ റിലീഫ് ഫണ്ട് ഉണ്ട്. ഇതൊക്കെ 100% നമുക്ക് ക്വാളിഫയിങ് എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. പ്രൈം മിനിസ്റ്റർ എർത്ത് ക്വേക്ക് റിലീഫ് ഫണ്ട് ഉണ്ട്. ദെൻ നാഷണൽ ഫൗണ്ടേഷൻ ഫോർ കമ്മ്യൂണൽ ഹാർമണി, എനി അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടിയ ഇൻകം. ദെൻ ചീഫ് മിനിസ്റ്റേഴ്സ് എർത്ത് ക്വേക്ക് റിലീഫ് ഫണ്ട് മഹാരാഷ്ട്ര, സില്ല സാക്ഷരതാ സമിതി, നാഷണൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിൽ നിന്ന് കിട്ടുന്നത്. ഫണ്ട് സെറ്റപ്പ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് ഫോർ ദ മെഡിക്കൽ റിലീഫ് ഓഫ് പുവർ, സെൻട്രൽ വെൽഫെയർ ഓഫ് ഫണ്ട് ഓഫ് ആർമി ഓർ എയർഫോഴ്സ് ഓർ ഇന്ത്യൻ നേവൽ ബെനവലന്റ് ഫണ്ട്, നാഷണൽ ഇൽനെസ് അസിസ്റ്റൻസ് ഫണ്ട്, ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട് അല്ലെങ്കിൽ ലെഫ്റ്റനന്റ് ഗവർണേഴ്സ് റിലീഫ് ഫണ്ട്, നാഷണൽ സ്പോർട്സ് ഫണ്ട് അല്ലെങ്കിൽ നാഷണൽ കൾച്ചറൽ ഫണ്ട്, ഫണ്ട് ഫോർ ടെക്നോളജി അല്ലെങ്കിൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ, എനി ഫണ്ട് സെറ്റപ്പ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫ് ഗുജറാത്ത് exclusively for providing relief for victims of earthquake of Gujarat, national trust for വെൽഫെയർ ഓഫ് പേഴ്സൺസ് വിത്ത് ഓട്ടിസം അല്ലെങ്കിൽ മെന്റൽ റിട്ടാർഡേഷൻ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എന്തെങ്കിലും ഡിസബിലിറ്റീസ് വന്നിട്ടുള്ള ആൾക്കാർക്ക് വരുന്ന അതൊക്കെ നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റും. നാഷണൽ ചിൽഡ്രൻസ് ഫണ്ട്, അതുപോലെ തന്നെ നാഷണൽ ഫണ്ട് ഫോർ കൺട്രോൾ ഓഫ് ഡ്രഗ് അബ്യൂസ്, സ്വച്ഛ് ഭാരത് ഘോഷ്, ക്ലീൻ ഗംഗ ഫണ്ട്. ഇതൊക്കെയാണ് നമ്മളുടെ നോ ലിമിറ്റ് 100% ഡൊണേഷൻ. ഇതിൽ നമുക്ക് ലിമിറ്റ് ഒന്നും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, അതായത് ക്വാളിഫയിങ് എമൗണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. നോ ലിമിറ്റ് ഡൊണേഷൻ 50% ഉണ്ട്. അത് മെയിൻലി 4 ടൈപ്പായിട്ടാണ് വരുന്നത്. എന്തൊക്കെയാണ്? പ്രൈം മിനിസ്റ്റേഴ്സ് ഡോട്ട് റിലീഫ് ഫണ്ട്, ജവഹർലാൽ നെഹ്റുവിൻ്റെ മെമ്മോറിയൽ ഫണ്ട്, ദെൻ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ഫണ്ട്, രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ്റെ ഫണ്ട് വരുന്നത്. ദെൻ വിത്ത് ലിമിറ്റ് ഡൊണേഷൻ. വിത്ത് ലിമിറ്റ് ഡൊണേഷന് നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കണം? ക്വാളിഫയിങ് എമൗണ്ട് കണ്ടുപിടിക്കണം. എന്താണ് ക്വാളിഫയിങ് എമൗണ്ട്? 10% ഓഫ് total income after deducting exempted incomes which are included in gross total income. എന്തൊക്കെയാണ് exempted incomes? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ഇൻകം അസസബിൾ അണ്ടർ സെക്ഷൻ 115A, 115AB, 115AC, 115AD, റിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C to 80U except 80G. ഇതൊക്കെയാണ് നമ്മളുടെ ക്വാളിഫയിങ് എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള. അതിൻ്റെ ക്വാളിഫയിങ് എമൗണ്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ 10% വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? വിത്ത് ലിമിറ്റ് ഡൊണേഷൻസ് ഒക്കെ നമ്മൾ ഡിഡക്ട് ചെയ്യണം. അതെന്തൊക്കെയാണ് വിത്ത് ലിമിറ്റ് ഡൊണേഷൻസ്? 100% ആണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റി, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ അസോസിയേഷൻ ടു ബി യൂട്ടിലൈസ് ഫോർ ദ പർപ്പസ് ഓഫ് ഫാമിലി പ്ലാനിങ്. ഫാമിലി പ്ലാനിങ്ങിന് നമ്മൾ ഗവൺമെൻറ് അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റീസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അതോറിറ്റീസ് അല്ലെങ്കിൽ അവരൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന ഫണ്ട്. രണ്ടാമത്തെ എന്താണ്? ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഓർ
2A, institute notified by central government for the purpose of infrastructure for sports and games. ഇന്ത്യയിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അല്ലെങ്കിൽ സ്പോർട്സ് ആൻഡ് ഗെയിംസ് കൂടുതൽ കൊണ്ടുവരാനായിട്ട് എന്തെങ്കിലും ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതും വിത്ത് ലിമിറ്റ് 100% ആണ്. ദെൻ വിത്ത് ലിമിറ്റ് 50% എന്തൊക്കെയാണ്? ഡൊണേഷൻ ഗിവൺ ടു ഗവൺമെന്റ് ഓർ ലോക്കൽ അതോറിറ്റി യൂട്ടിലൈസ്ഡ് ഫോർ ചാരിറ്റബിൾ പർപ്പസ്, ചാരിറ്റബിൾ ഓർഗനൈസേഷൻ, എനി ഓർഗനൈസേഷൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ഡെവലപ്മെന്റ് ഓഫ് ഹൗസിംഗ് and planning of cities, towns, villages, etc. Any notified temple, mosque, gurudwar, church or other place adinte renovation അല്ലെങ്കിൽ റിപ്പയറോ ആണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് വിത്ത് ലിമിറ്റ് 50% ആണ്. 2A, corporation form to protect the minority interest. ദെൻ അതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഡൊണേഷൻ ഗിവൺ ഷുഡ് നോട്ട് ബി ഇൻ കൈൻഡ്, അതായത് ക്യാഷ് ആയിട്ടായിരിക്കണം, കൈൻഡ് ആയിട്ടായിരിക്കരുത്. ഡൊണേഷൻ എക്സീഡ് 2000 it should be paid in it should be paid by any mode other than cash. ക്യാഷ് അല്ലാത്ത ഏതെങ്കിലും മോഡിലായിരിക്കണം 2000 റുപ്പീസിന് കൂടുതലുള്ളത് പേ ഓഫ് ചെയ്യുന്നത്. ഒരു പെർട്ടിക്കുലർ റിലീജിയനോ അല്ലെങ്കിൽ കാസ്റ്റിനോ കമ്മ്യൂണിറ്റിക്കോ വേണ്ടിയിട്ടുള്ള ഒരു ഡൊണേഷൻ ആകരുത് ഇത്. ദെൻ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, ഇങ്ങനെയുള്ള ബാക്ക്വേർഡ് ആൾക്കാർക്കുള്ള റിലീജിയസ് അല്ലെങ്കിൽ കാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്കും കൊടുക്കാൻ പാടില്ല. Then section 80GGA, deduction in respect of certain donation for research or rural development. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. 80GGB, which is reduction in respect of contributions made by any Indian company to political parties. പൊളിറ്റിക്കൽ പാർട്ടീസിൽ കൊടുക്കുന്നത് ക്യാഷിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. ദെൻ 80IA, ദാറ്റ് ഇസ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്സിന് കൊടുക്കുന്ന, ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്സിന് കിട്ടുന്ന പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ആണ് എന്റർപ്രൈസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ്. അതിൽ ടെലി കമ്മ്യൂണിക്കേഷനിൽ ആദ്യത്തെ 5 വർഷം 100% പ്രോഫിറ്റ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ള 5 വർഷം 30% നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ സ്പെഷ്യൽ എക്കണോമിക്സ് ആണെന്നുണ്ടെങ്കിൽ 100% ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവറും അതുപോലെ തന്നെ നമുക്ക് 100% എല്ലാത്തിലും നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും 10 വർഷത്തേക്ക്. ദെൻ 80IAB, ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ബൈ അണ്ടർടേക്കിംഗ് ഓർ എന്റർപ്രൈസ് എൻഗേജ്ഡ് ഇൻ ഡെവലപ്മെന്റ് ഓഫ് സ്പെഷ്യൽ എക്കണോമിക്സ് ഓൺ. 80IAC, ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് എലിജിബിൾ സ്റ്റാർട്ടപ്പ് ഫ്രം എലിജിബിൾ ബിസിനസ്. 80IB എന്ന് പറയുന്നത് ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്സ് അതർ ദാൻ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് ഓർ ഷിപ്പ് ഓർ ഹോട്ടൽ. ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്സിനാണെന്നുണ്ടെങ്കിൽ ഓരോന്നിലും 25, 25, 100 എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഡിവിഷൻ ഉണ്ട്. അതിൽ മെയിൻലി ബിഗിൻസ് ഇൻ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷനിലാണെന്നുണ്ടെങ്കിൽ മൈനിങ് ഓയിലൊക്കെയാണ് മിനറൽ ഓയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ റീജിയൻസിലാണെന്നുണ്ടെങ്കിൽ 100% പ്രോഫിറ്റ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ദെൻ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ നാച്ചുറൽ ഗ്യാസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനും 100% ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും ഫോർ 7 ഇയേഴ്സ് വരെയുള്ളത്. Then 80IBA, reduction in respect of profit and gains from developing and building affordable housing projects. 100% ആണ് അഫോർഡബിൾ ഹൗസിംഗ് പ്രോജക്ട്സ് എന്ന് വരുന്നത്. ദെൻ 80IC, ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം അണ്ടർടേക്കിംഗ്സ് ഓർ എന്റർപ്രൈസ് ഇൻ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്. സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സിൽ മെയിൻലി നമ്മൾ പഠിക്കാനുള്ളത് ഹിമാചൽ പ്രദേശ്, ഉത്തരാഞ്ചലൊക്കെയാണ്. ഹിമാചൽ പ്രദേശിലെ 100% ആണ്. കമ്പനീസിന് അല്ലെങ്കിൽ അതേഴ്സിനും 100% ആണ്. 5 ഇയർ വരെ നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ദെൻ ഉത്തരാഞ്ചലിലാണെന്നുണ്ടെങ്കിൽ എത്രയാണ്? 30%, 25% ആണ് നെക്സ്റ്റ് 5 ഇയേഴ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ദെൻ 80ID, ദാറ്റ് ഇസ് ഹോട്ടൽ ആൻഡ് കൺവെൻഷൻ സെൻറ്റേഴ്സിൽ വരുന്ന പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ആണ്. 80IE എന്ന് പറയുന്നത് സർട്ടൺ അണ്ടർടേക്കിംഗ്സ് ഇൻ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആണ്. 100% പ്രോഫിറ്റ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. വാട്ട് ഇസ് 80JJA, റിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ് ഫ്രം ദ ബിസിനസ് ഓഫ് പ്രോസസിംഗ് ബയോഡിഗ്രേഡബിൾ വേസ്റ്റ്. JJAA, റിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ന്യൂ വർക്ക്മെൻ. 80LA എന്ന് പറയുന്നത് റിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് സർട്ടൺ ഇൻകംസ് ഓഫ് ഓഫ് ഷോർ ബാങ്കിങ് യൂണിറ്റ്സ്. ഓഫ് ഷോർ ബാങ്കിങ് യൂണിറ്റ്സിന് നമുക്ക് 100% ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും ഫോർ 10 കോൺസിക്യൂട്ടീവ് ഇയേഴ്സ് വിത്ത് ഇഫക്ട് ഫ്രം 2021. ഇന്റർ കോർപ്പറേറ്റ് ഡിവിഡൻസിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദാറ്റ് ഈസ് 80M. ടു ഡൊമസ്റ്റിക് കമ്പനീസിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾസോ ഇൻ റെസിപ്റ്റ് ഓഫ് ഡിവിഡൻഡ് ഫ്രം അനദർ ഡൊമസ്റ്റിക് കമ്പനീസ്. ഇതൊക്കെ നമുക്ക് ഡിഡക്ഷൻ ഈസ് അലൗഡ് ഇൻ റെസ്പെക്ട് ടു ദ ഡിവിഡൻഡ് റിസീവ്ഡ് ആസ് ലോങ് ആസ് സെയിം ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഡിവിഡൻഡ് 1 month prior to due date filing return. ഫയലിംഗ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് പറഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഡിഡക്ഷൻ റെസ്പെക്ട് ഓഫ് കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ 80PA പ്രകാരം നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ആണ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം ഓഫ് ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി. നമ്മൾ എന്താ ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിയിൽ കാണുന്നത്? ഗ്രോസ് ആനുവൽ വാല്യൂ കാണും, ലെസ് ലോക്കൽ ടാക്സ്,
ദെൻ ആനുവൽ വാല്യൂ, അൺറിയലൈസ്ഡ് റെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് നമ്മൾ ആനുവൽ വാല്യൂ കാണുന്നു. ആനുവൽ വാല്യൂവിന് ശേഷം നമ്മൾ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24 ആണ് നോക്കുന്നത്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30%, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ പർച്ചേസ്, കൺസ്ട്രക്ഷൻ ഓർ റിപ്പയേഴ്സ് ഓഫ് ഹൗസിംഗ് റിലേറ്റിംഗ് ടു പ്രീവിയസ് ഇയർ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ പ്രയർ ടു ദ പ്രീവിയസ് ഇയർ, ദാറ്റ് ഈസ് 5 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ നിന്നും ലെസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടാക്സബിൾ ഇൻകം ഓഫ് ഹൗസ് പ്രോപ്പർട്ടി. ഇത്രയുമാണ് നമ്മൾ തിയറിയിൽ മെയിൻ ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയാനുള്ളത്. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്കാണ് കിടക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.